എന്താണ് ഫോസ്ഫോറിക് ഇങ്ക്? എന്താണ് ഇൻഡെലിബിൾ ഇങ്ക്? എന്താണ് ലെറ്റർ സ്റ്റൈൻ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് മനസ്സിലാകണമെന്നില്ല. എന്നാൽ ഇലക്ട്രൽ മഷി എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും, മായാത്ത മഷി എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും, വോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന മഷി എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും. ഇതുവരെ വോട്ട് ചെയ്യാത്തവർക്ക് പോലും വോട്ടിംഗ് മഷി എന്ന് പറഞ്ഞാൽ അറിയാനാവൂ. എന്ത് ഇപ്പോൾ ഈ കാര്യം പറയാൻ, ഈ മഷിയെ പറ്റി പറയാൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ഷൻ അടുത്തു. നിയമസഭാ ഇലക്ഷൻ നാളെയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് വിവരം നൽകണം എന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വോട്ടിങ്ങിനെ പറ്റിയാണ്, ഇലക്ട്രൽ മഷിയെ പറ്റിയാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഇൻഡെലിബിൾ ഇങ്ക് എന്നത്, അല്ലെങ്കിൽ ഇലക്ട്രൽ മഷി എന്നത്, ഫോസ്ഫോറിക് ഇങ്ക് എന്നത് നിങ്ങൾക്കും അറിയിക്കണം എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വരും പോകും, എന്നാൽ ഈ ഇങ്കിനെ പറ്റി, ഇൻഡെലിബിൾ ഇങ്കിനെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം. അതിന്റെ ഉത്ഭവം അറിയണം, അതിന്റെ ഉപയോഗം അറിയണം, അത് എങ്ങനെയാണെന്ന് അറിയണം. നമ്മൾക്ക് എത്രയധികം ദോഷമായിട്ട് ഭവിക്കുന്നു, അല്ലെങ്കിൽ എത്രയധികം നാളുകൾ നമ്മൾ ആ വിരലിൽ ആ അടയാളം കൊണ്ട് കിടക്കണം. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷന് ഞാൻ ചെയ്ത ആ മാർക്ക് പോയത് കഴിഞ്ഞ ദിവസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 0.0001% പോലും കള്ളവോട്ടില്ലാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം, കൊച്ചു കേരളം. സമാധാനമായി പോകുന്ന വോട്ടേഴ്സ് ഉള്ള കേരളം. അത്രയധികം പ്രശ്നമുള്ള അധികം ബൂത്തുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അക്രമവും ലഹളയും ഒന്നും ഇല്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം ഇലക്ട്രൽ ഓഫീസറായിട്ട് ഞാൻ നിന്നിട്ടുള്ളതാണ്. ഫസ്റ്റ്, സെക്കൻഡ്, പ്രിസൈഡിംഗ് ഓഫീസർ എന്നീ നിലകളിൽ. അപ്പൊ ആ തലത്തിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം, പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ഞാൻ നിൽക്കുമ്പോൾ അവിടെയെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സമാധാന പ്രിയരാണ് നമ്മുടെ സമയത്തോളം. പക്ഷേ ഈ ഇൻഡെലിബിൾ ഇങ്ക് പലപ്പോഴും പ്രശ്നം പലയിടത്തും ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വോട്ടിംഗ് ചെയ്തപ്പോൾ, പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ, ഒരു ഫ്രണ്ടിന്റെ ചേട്ടൻ, അതായത് അദ്ദേഹം പഞ്ചായത്ത് സൂപ്രണ്ട് ആയിരുന്നു, അദ്ദേഹം ഇതുപോലെ തന്നെ ഇലക്ഷനിലെ ഡ്യൂട്ടി ഓഫീസേഴ്സ് ആയതാണ്, പ്രിസൈഡിംഗ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ വിരലില് ഇങ്ങനെ കോരി ഒഴിക്കുകയായിരുന്നു. അദ്ദേഹം ഭയങ്കരമായിട്ട് ചൂടായി. അവസാനം വോട്ട് ചെയ്യുന്നില്ല എന്ന രീതിയിൽ പോയപ്പോ പ്രിസൈഡിംഗ് ഓഫീസർ വന്ന് അദ്ദേഹത്തെ മയപ്പെടുത്തി നന്നായിട്ട് സംസാരിച്ച് ആണ് വീണ്ടും വോട്ട് ചെയ്യിപ്പിച്ചത്. അന്ന് എൻ്റെ വൈഫ് ബിനൂസ്, പുള്ളിക്കാരത്തിയും ഇതുപോലെ ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ എന്താണ്, അപ്പോഴും ചൊരിയുകയാണ് ചെയ്തത്. അവർക്കൊക്കെ തെറ്റായ ധാരണയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡെലിബിൾ ഇങ്കിനൊപ്പം ഒരു സ്റ്റിക്ക് കൊടുക്കും, ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റിക്ക്, കാരണം ബോൾ പെൻ പോലെ ഇരിക്കുന്ന സ്റ്റിക്കാണ്. ആ സ്റ്റിക്ക് കൊണ്ടാണ് ഇടേണ്ടത്. അത് ഇടുന്നത് എവിടെയാണ്? ഈ മടക്ക് മുതൽ നഖത്തിന്റെ ഈ അറ്റം വരെയാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു സാധനം, ആ പ്ലാസ്റ്റിക്കിന്റെ സാധനം വേണം. പക്ഷെ ഇവരെന്ത് ചെയ്യും? ആ പ്ലാസ്റ്റിക്കിന്റെ മുകളില് ആ പഞ്ഞി ഉള്ളത് തുടക്കാനുള്ള ആ കോട്ടൺ കെട്ടിവെച്ചിട്ട് അതിൽ കൂടിയാണ് ചെയ്യുന്നത്. ബോധമില്ലായിട്ടാണ്, അറിവില്ലാഞ്ഞിട്ടാണ്. ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി ചെല്ലുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ആ ക്ലാസ് എടുക്കലാണ്. അവരെല്ലാവരും വിളിച്ചിരുത്തിയിട്ട് ഞാൻ ക്ലാസ് കൊടുക്കും. നമ്മളെ സമയത്തോളം ഈ ഇൻഡെലിബിൾ ഇങ്ക് ഉപയോഗിക്കുന്നത് ആ ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്കിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നേരിയൊരു വരയിടുകയാണ്. ഇത് കള്ളവോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ പറയും. എന്നാൽ ഒരു സ്ത്രീ കൊണ്ടുവന്നത് ഈർക്കിലുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിനോടൊപ്പം കെട്ടിവെച്ച് പഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണത്? അപ്പോ സാറേ, ഇതിങ്ങനെ ഇടാനാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലേ ഇടേണ്ടത്, നമ്മൾ ഇലക്ട്രൽ നിയമം അനുസരിച്ചിട്ട് ഈ ഒരു തരത്തിലാണ് ഇടേണ്ടത്. അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ അവരുടെ കൈ മോശമാക്കാനോ ഉള്ളതല്ല ഈ വോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻഡെലിബിൾ ഇങ്കും ഈ സ്റ്റിക്കും എന്ന് പറയുകയാണ് ചെയ്തത്. ഞാൻ ആദ്യമായി വോട്ട് ചെയ്യുന്ന കാലത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ അടയാളം ഞാൻ എല്ലാവരെയും ഉയർത്തി കാണിക്കുമായിരുന്നു. എല്ലാവരെയും കാണിക്കും. ഞാൻ വോട്ട് ചെയ്ത് എവിടെ കാണിക്കുമ്പോഴും ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ കാണിക്കുമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ വോട്ട് ചെയ്ത ആ സ്ഥാനാർത്ഥി വിജയിച്ചു. അദ്ദേഹം മന്ത്രിയായപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിരലില് മായാതെ എന്ന മഷിക്കൂട്ടിൽ നോക്കി പറയും,
ഞാൻ വോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അതായത് എന്റെയും കൂടി വോട്ട് കൊണ്ടാണ് അദ്ദേഹം മന്ത്രിയായതെന്ന്. പിന്നീട് പലപ്പോഴുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ മഷി പുരട്ടപ്പെട്ട വിരലുകളിൽ നോക്കി നെടുവീർപ്പുകൾ ഇടേണ്ടിയും വന്നിട്ടുണ്ട്. നമ്മുടെ വിരലിലും നഖത്തിലും പറ്റിപ്പിടിച്ച മഷി വിരലിൽ നിന്ന് മായും വരെ മാറാത്തൊരു വ്രണം കണക്കെ ആയിരുന്നു അത് കൊണ്ടു കിടന്നിരുന്നത്. എന്നാണ് നമ്മളിത് തുടങ്ങിയെന്ന് നോക്കാം. നമ്മൾക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കാവൽ മന്ത്രിസഭയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് നേതൃത്വത്തിലുണ്ടായിരുന്നത്. കാരണം അന്ന് തന്നെ ഇലക്ഷൻ നടത്തിയില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25-നും 1952 ഫെബ്രുവരി 21-നും ഇടയിലാണ്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൂടെ വ്യത്യസ്ത രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ക്രമങ്ങൾ അന്ന് നടന്നതും. ഞാൻ ചരിത്രം തുടങ്ങിയാണ്. ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരിട്ട പ്രധാന വെല്ലുവിളിയായിരുന്നു കള്ളവോട്ടുകൾ. ഒരാൾക്ക് ഒന്നിലധികം വോട്ടുകൾ ചെയ്യാൻ അനുകൂലമായ സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് എന്നറിയുക. വഞ്ചനാപരമായ വോട്ടിങ്ങിന്റെ വെല്ലുവിളിയെ ചെറുക്കാനാണ് ഈ രീതിയിൽ വോട്ടിംഗ് മെഷീനെ പറ്റി ഒരു ഡിക്ലറേഷൻ പറഞ്ഞത്. 1950-കളിൽ പഴയ കെമിക്കൽ ഡിവിഷനിൽ ശാസ്ത്രജ്ഞർ മഷി രൂപപ്പെടുത്തുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലാബറട്ടറി ഒരു പ്രത്യേകതരം മഷി വികസിപ്പിച്ചു. പിന്നീട് നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ദാറ്റ് ഈസ് NRDC, ന്യൂഡൽഹി പേറ്റന്റ് നേടി. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് സമ്മതിദായകന്റെ, അത് വോട്ട് ചെയ്യുന്ന ആളിന്റെ കൈവിരലിൽ ഈ മഷി പുരട്ടിയാൽ ദിവസങ്ങളോളം മായാതെ കിടക്കുന്ന ഒരു അടയാളം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവർ കണ്ടെത്തി. അതിനാൽ വോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം വോട്ടുകൾ ചെയ്യുന്നതെന്ന് തടയുവാൻ സാധിക്കും. 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ മഷി, അതായത് ഈ വോട്ടിംഗ് മെഷീൻ, ഈ ഇൻഡെലിബിൾ ഇങ്ക് അല്ല ഫോസ്ഫോറിക് ഇങ്ക് ആദ്യമായി ഉപയോഗിച്ചത്. അതിനുശേഷം ഇന്ത്യയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ മഷി ഉപയോഗിച്ചിരുന്നു. 1962 മൂന്നാം തെരഞ്ഞെടുപ്പ് വരെ മഷി കൊണ്ട് ചൂണ്ടുവിരലിന്റെ അടിഭാഗത്തായിരുന്നു അടയാളം ഉണ്ടാക്കിയിരുന്നത്. ശ്രദ്ധിക്കുക, ചൂണ്ടുവിരലിന്റെ അടിഭാഗത്തായിരുന്നു അടയാളം ഉണ്ടാക്കിയത്. തുടർന്ന് ഇത് ചർമ്മത്തിലെ നഖത്തിന്റെ വേരിന് മുകളിലായിരുന്നുവെന്ന് ECI റിപ്പോർട്ട് പറയുന്നു. അതായത് നഖത്തിന്റെ വേരിന്റെ മുകളിലായിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സമ്മതിദായകന്റെ കൈവിരലിൽ പുരട്ടുന്ന പ്രത്യേകതരം മഷിയാണ് ഈ ഇൻഡെലിബിൾ ഇങ്ക് അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ. കുറഞ്ഞത് 20 ദിവസത്തേക്കെങ്കിലും മഷി കൊണ്ടുള്ള അടയാളം മായാതെ നിൽക്കുന്നതിനാൽ ഒരാളെ ഒന്നിലധികം വോട്ടുകൾ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. വോട്ടിംഗ് മെഷീനിലെ നീല കളറിൽ കാണുന്നു അല്ലെങ്കിൽ വയലറ്റ് കളറിൽ കാണുന്നു. എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത് നോക്കാം. സിൽവർ നൈട്രേറ്റ് ആണ് വോട്ടിംഗ് മെഷീനിലെ പ്രധാന ഘടകം. ഈ അടയാളം നീണ്ടു നിൽക്കേണ്ട സമയപരിധി അനുസരിച്ച് മഷിയിൽ 10 മുതൽ 15% വരെ സിൽവർ നൈട്രേറ്റ് ചേർക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് ഘട്ടം ഘട്ടമായി നടത്തുന്ന ഒത്തിരി സ്റ്റേറ്റുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2 ഘട്ടമായിട്ടാണ് നടത്തിയത്. ചിലപ്പോൾ 3 ഘട്ടമാകാം. അപ്പൊ അത് വോട്ടേഴ്സിന്റെയും ഇലക്ട്രൽ എംപ്ലോയീസിന്റെയും, അതായത് ഇലക്ഷൻ ഡ്യൂട്ടിക്കാരുടെയും പോരായ്മയോ സ്ഥലത്തിന്റെ പോരായ്മയോ അതിൻ്റെതായ നടപ്പിൽ വരുത്താനുള്ള ചില താമസങ്ങളുടെ പ്രശ്നം കൊണ്ടാകും ഘട്ടം ഘട്ടമെന്ന്. ആ ഘട്ടം ഘട്ടമായി നടത്തേണ്ടി വരുമ്പോഴാണ് ഈ ഇൻഡെലിബിൾ ഇങ്കിന്റെ ചില പ്രാധാന്യങ്ങൾ വരുന്നത്. കാര്യം മറ്റുള്ള സ്ഥലത്ത് നിന്ന്, ഇപ്പൊ ഉദാഹരണമായിട്ട് തമിഴ്നാട്ടിൽ ഇലക്ഷൻ ഇല്ല, കേരളത്തിൽ ഇലക്ഷൻ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ പാലക്കാട് ഏരിയയിലേക്ക് തമിഴ് സംസാരിക്കുന്നവര് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കള്ളവോട്ട് ചെയ്യാം. എന്തിന്? ഇവിടെ തന്നെ മരിച്ചവർക്ക് പകരമായിട്ട് തന്നെ കള്ളവോട്ടുകൾ നടക്കുന്നില്ലേ? ചില പ്രശ്നങ്ങളെ തുടർന്ന് അല്ലെങ്കിൽ റീ എലക്ഷൻ വേണ്ടി വരുമ്പോൾ, അതായത് ചില തടസ്സങ്ങൾ മൂലം രണ്ടാമത് വോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ, അതായത് ഒരാഴ്ചക്കുള്ളിലോ ഒരു 15 ദിവസങ്ങൾക്കുള്ളിലോ വീണ്ടും ഒരു വോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഉദാഹരണമായിട്ട് പറഞ്ഞത്, അടുത്ത ജില്ലകളിലെ വോട്ടർമാർക്ക് വന്ന് ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റും, കള്ളവോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 20 ദിവസം. അപ്പൊ അതായത് ഈ സമയപരിധി കൂട്ടേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യും? ആ മഷിയില് 10% മുതൽ 15% വരെ സിൽവർ നൈട്രേറ്റ് ചേർക്കും. അതായത് കൂടുതൽ നേരം നിൽക്കണമെങ്കിൽ ആ സിൽവർ നൈട്രേറ്റിന്റെ അംശം കൂടുതലാണ്. അതായത് നമ്മളുടെ കൈവിരലിൽ
കൂടുതൽ ദിവസങ്ങളിൽ ഈ മാർക്ക് നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് സിൽവർ നൈട്രേറ്റിന്റെ പെർസെൻറ്റേജ് കൂടുതലാണ് എന്ന് തന്നെയാണ്. ഈ സിൽവർ നൈട്രേറ്റ് സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യത്തില് നഖങ്ങളിലും ത്വക്കിലും ഉണങ്ങിപ്പിടിക്കും. അതായത് സൂര്യപ്രകാശത്തിന്റെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യമാണ് ഇതിനെ പറ്റിപ്പിടിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. തൽഫലമായി ഉണ്ടാകുന്ന അടയാളം 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെ മായാതെ നിൽക്കുന്നു. തൊലിപ്പുറത്തെയും നഖത്തിലെയും കോശങ്ങൾ നശിച്ച് പുതിയവ രൂപപ്പെടുന്നവരെയും അടയാളം നീണ്ടു നിൽക്കാറുണ്ട്. അതായത് നമ്മളുടെ വിരലില് ആ കോശം നശിക്കുന്നത് വരെ അത് നിൽക്കും എന്ന തലത്തിലാണ് പറയുന്നത്. ശാസ്ത്രം പറയുന്നതാണ്, ഞാൻ പറയുന്നത്. ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലെ ഗവേഷകരാണല്ലോ ഈ വോട്ടിംഗ് മെഷീൻ വികസിപ്പിച്ചെടുത്തത്. എങ്കിലും കർണാടകയിലെ മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് ആണ് വ്യവസായമായി ഇത് ഉത്പാദിപ്പിക്കുന്നത്. 1937 മൈസൂരിലെ രാജാവായിരുന്ന നാൽവടി കൃഷ്ണരാജ വടിയാറാണ് ഈ കമ്പനി സ്ഥാപിച്ചത്. അന്ന് മുതൽ ഇതുണ്ടാക്കിയെന്നല്ല പറയുന്നത്. 1947 ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഗവൺമെന്റ് സ്ഥാപനമായിട്ട് മാറി. അതായത് ഇപ്പോൾ കർണാടക സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ് ഈ മഷി ഉണ്ടാക്കുന്ന കമ്പനി. 1976 മുതൽ ഈ മഷി നമ്മൾ ഇവിടുന്ന് കംബോഡിയ, തുർക്കി, ദക്ഷിണാഫ്രിക്ക, നൈജീരിയ, ഘാന, നേപ്പാൾ, പപ്പുവ ന്യൂഗിനി തുടങ്ങിയ 30 രാജ്യങ്ങളിലേക്ക് ഈ മഷി കയറ്റുമതി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ലെന്ന്? ഇന്ത്യൻ പൗരനെന്ന നിലയിൽ നമ്മൾക്കുള്ള അവകാശം വാരിക്കോരി തരുന്നതല്ലേ, അത് ശക്തമായി തന്നെ വിനിയോഗിക്കണം. ഒരു വിലയേറിയ പൗരൻ എന്ന നിലയിൽ നമ്മെ നേതാക്കളും മറ്റും കാണുന്ന ഒരു ദിവസമാണല്ലോ ഇത്. നേരത്തെ പറഞ്ഞ ആ ഒരു ശക്തമായത് കൊണ്ട് ആണ് വേണ്ടെന്ന് വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതെന്താണാവോ എന്നറിയാൻ ചോദ്യചിഹ്നമായി നിന്ന എന്നോട് പറഞ്ഞു, വോട്ട് ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ ആ നീലക്കുന്ത്രാണ്ടം വാരിക്കോരി വിരലിലും നഖത്തിലും അവർ ഇടുന്നത് കൊണ്ടാണ് വേണ്ടെന്ന് വെക്കുന്നത്. കുറെ നാൾ അതും വെച്ച് നടക്കേണ്ടേ? പിന്നെ എൻ്റെ വിരൽ അവർക്ക് പതിച്ചു നൽകിയതുപോലെയല്ലേ വാരിക്കോരി ഇടുന്നതും. ഒരു വരെയാണെങ്കിൽ സാരമില്ല, ആ കോലിൽ കുറെ പഞ്ഞിയും കെട്ടിവെച്ചു പൂശുകയല്ലേ, അങ്ങനെ അവർ എൻ്റെ വിരലിൽ പൂശണ്ട എന്ന ചിന്താഗതിയോടെ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇത് ഒത്തിരി പേരുടെ അഭിപ്രായങ്ങളുമാണ്. ഞാനും ഈ ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കലും ഞാൻ താനൂര് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ്, പ്രസിഡന്റ് ഓഫീസറായിരുന്നു. അപ്പൊ തൊട്ടപ്പുറത്തെ ബൂത്തിൽ നിന്ന്, അപ്പൊ ആ സ്കൂളിൽ 3 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. അത് തൊട്ടപ്പുറത്തെ ബൂത്തിലെ ഒരു പ്രിസൈഡിംഗ് ഓഫീസറുമായിട്ട് പറയാണ്, ഞങ്ങളുടെ മഷി തീർന്നു പോയി, ഇന്ത്യൻ ബാങ്കിൽ തീർന്നു, അതുകൊണ്ട് അല്പം തരണം. ഞാൻ ചോദിച്ചാൽ അങ്ങനെ തീരണമെങ്കിൽ ഞങ്ങൾക്ക് 2 കുപ്പി തന്നു. അപ്പൊ അത് ഇനിയും ബാക്കിയായിരുന്നു, 1 കുപ്പി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറയാണ്, ആ ചേച്ചി ആ ഈ വടിയില് പഞ്ഞിയും കയറ്റി വെച്ചിട്ടാ ചെയ്യുന്നത്. ഒരു ആളുടെ വിരലിന്റെ നഖം മാത്രമല്ല മൊത്തം നിറച്ചിട്ട് ആളിന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ആ പ്രശ്നം ഉണ്ടാക്കിയവർ പേടിച്ചിട്ട് അവര് കയ്യിൽ അല്പം തട്ടിമറിഞ്ഞ് അല്പം പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മഷി കൊടുത്തിട്ട് ആ പ്രിസൈഡിംഗ് ഓഫീസർക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടാണ് അന്ന് വിട്ടത്. ഈ ഒരു കുപ്പിയിൽ എത്രയധികം മഷിയാണ് ഉണ്ടായെന്ന് പറയാം. കാരണം ആ സ്ത്രീ എങ്ങനെ മറിച്ചിട്ടുകൊണ്ട് ഞാൻ പറയാന്ന്. 10 മില്ലി മഷിയാണ് ഒരു കുപ്പിയിൽ ഉണ്ടാകുന്നത്. ഇത് ഉപയോഗിച്ച് എത്ര പേർക്ക് കൊടുക്കാം? അവര് 200 പേർക്ക് കൊടുത്തപ്പോൾ തീർന്നു, 2 കുപ്പിയും തീർന്നു. എന്നാൽ ആ ഒരു കുപ്പി എന്നുള്ളത് 700 വോട്ടർമാർക്ക് പുരട്ടാനുള്ള മഷിയാണ്. അപ്പൊ അതായത് മനസ്സിലാക്കുന്നത് എന്താണ്, ആ ചെറിയ കുപ്പി എന്ന് പറയുന്നത് 700 എന്ന് പറയുമ്പോൾ എത്രയധികം ഇടാനാണ് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇടത് കൈയിന്റെ ചൂണ്ടുവിരലിലാണ് ഈ മഷി പുരട്ടുക. അത് 2ാം പോളിംഗ് ഓഫീസറിന്റെ ഉത്തരവാദിത്തമാണ്. ഇടത് ചൂണ്ടാണി വിരലിൽ ഇല്ലെങ്കിൽ, ഉദാഹരണമാണ്, ചിലർക്ക് ചൂണ്ടാണി വിരലിൽ ഇല്ലെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൈ ബാൻഡേജ് കെട്ടിയാൽ വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കൈയുടെ അടുത്ത കൈവിരലുകൾ നോക്കുക, അതിലാണ് അടുത്തെടുക്കുക. ഇപ്പോ
ആ കയ്യേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉദാഹരണമായിട്ട് ഈ കൈയില്ല, ആ കൈയില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ആ കൈപ്പത്തിയുടെ സന്ധി ഭാഗം ഈ ഭാഗത്ത് വിരൽ പുരട്ടുക. അപ്പോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കൈയും രണ്ട് കൈയും ഇല്ലെങ്കിലും ആ ഒരു തലത്തിലാണ് ഈ കൈപ്പത്തിയുടെ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ വരെ ഉള്ളെങ്കിൽ ആ ഭാഗത്തോ രണ്ട് കൈയും ഇല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ബൂത്ത് റീപോളിംഗ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, ഇലക്ഷൻ റദ്ദാക്കേണ്ടി വരികയാണെങ്കിൽ, അത് കാരണം നിങ്ങൾക്ക് അറിയാം, വന്നാൽ മറ്റൊരു വിരലിലാണ് അത് പുരട്ടുക. ചിലപ്പോൾ ഈ വിരലിന് പകരം മറ്റൊരു വിരലാക്കും. ആദ്യ പോളിംഗ് ഓഫീസർ വോട്ടറെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വോട്ടറിന്റെ ഐഡന്റിറ്റി കാർഡ് വാങ്ങിക്കും, അതുപോലെ അദ്ദേഹത്തിന്റെ പേര് വിളിക്കും. ഇപ്പൊ മലപ്പുറത്തായിരുന്നപ്പോ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പലരും പർദ്ദയിട്ടാണ് വന്നിരുന്നത്. ഇപ്പൊ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്ക് ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താണ്? അവര് ചിലർക്ക് എന്ന് പറഞ്ഞാൽ മുഖം വരെ മൂടി കണ്ണ് മാത്രമേ കാണുന്നുള്ള അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഒരു സ്ത്രീയെയാണ് ഐഡന്റിഫിക്കേഷൻ വേണ്ടി നിർത്തിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു മുസ്ലിം സ്ത്രീയാണ്, അവരാണ് മുഖം കണ്ടിട്ട് പറയുന്നത്. ആ ഒരു തലത്തിലാണ് പലപ്പോഴും മലപ്പുറം ഭാഗത്തേക്ക് നമ്മൾ ഇലക്ട്രൽ ഓഫീസറായിട്ട് ചെല്ലുമ്പോൾ ഈ ചില പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് അതൊക്കെ ചെയ്യുന്നത്. ഈ സ്റ്റിക്ക്, ഈ വോട്ട് ചെയ്യുന്ന സ്റ്റിക്കിന് പറയുന്നത് ബ്രഷ് എന്നാണ്. അത് ഇടത് കൈയിലെ ചൂണ്ടുവിരലിന്റെ അഗ്രഭാഗത്ത് നിന്ന് ആദ്യ സന്ധി വരെ, അതായത് ഈ വിരലിന്റെ അറ്റം മുതൽ ഇവിടെ വരെയാണ് ചെയ്യാൻ പറയുന്നത്. അതായത് ഒരു നേരിയ വരയാണ്. ഈ നേരിയ വരയാണെങ്കിൽ നമ്മുടെ കോശങ്ങളെല്ലാം ഇത് പൊള്ളിയിട്ട് തന്നെ അതൊരിക്കലും പോവില്ല. ഒരു കുപ്പി മഷി കൊണ്ട് 700 പേരെന്നല്ലേ പറഞ്ഞത്, പക്ഷെ 1000 പേർക്ക് വരെ ഉപയോഗിക്കാമെന്നാണ് അവര് പറയുന്നത്. ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നവർ പറയുന്നത് 600 പേർക്കെങ്കിലും ചെയ്യാനാകും. അത് പല ബൂത്തുകളിലും വാരിക്കോരി ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് അത് 200ഉം 100ഉം പേരായിട്ട് മാറുന്നത്. മഷി തീർന്നെന്ന പരാതിയാകും പല ബൂത്തുകളുടെ ചുമതലകൾ വഹിക്കുന്ന സെക്ടർ ഓഫീസേഴ്സിന് കേൾക്കേണ്ടി വരുന്നത്. സെക്ടർ ഓഫീസറിന് ഓടി നടക്കണം ഈ മഷി കൊടുക്കാൻ. ഞാൻ അന്ന് കൊടുത്തത് എനിക്ക് ആ മഷി എക്സ്ട്രാ വരും എന്നുള്ളത് കൊണ്ട് തന്നെ നിയമം അനുശാസിച്ച് പഠിച്ചതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. ഇങ്ക് തുടയ്ക്കാനായി പഞ്ഞിയും തുണിയും കൊടുക്കാറുണ്ട്, ബ്രഷിന് ഉപയോഗിക്കാറുണ്ട്. ഈ പഞ്ഞിയും തുണിയും കൊടുക്കുന്നതിനാണ് ആ ഇങ്ക് തുടക്കാൻ വേണ്ടിയിട്ടാണ്. അവര് തെറ്റിദ്ധരിക്കുന്നത് എന്താണ്? അത് ആ സ്റ്റിക്കിൽ കെട്ടിവെക്കാനായിട്ടാണ്. ഈ സ്റ്റിക്കില് പഞ്ഞിയോ തുണിയോ കെട്ടിവെച്ച് കഴിയുമ്പോൾ തടിച്ചായിരിക്കും ഇരിക്കുന്നത്. അത് മുക്കി തേക്കുമ്പോൾ എന്ത് പറ്റും? നഖത്തിലും വിരലിലും കട്ട പിടിച്ചിരിക്കും. എന്റെ മോളുടെ കയ്യില് ക്യൂടെക്സ് വരട്ടിയ പോലെയായിരുന്നു. ഈ വിരൽ മുതൽ ഈ വിരൽ വരെ ഇതായിരുന്നു. എന്റെ വൈഫിന്റെ കയ്യിലും അതുപോലെ ആയിരിക്കും. വൈഫോട് ചുറ്റായിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് വരെ അത് പറഞ്ഞു. ഞാൻ ഇത് നിർദ്ദേശം കൊടുത്തിരുന്നുവല്ലോ, ഇങ്ങനെ സ്റ്റിക്ക് മാത്രമായിട്ട് ചെയ്യാനുള്ള നിർദ്ദേശവും കൊടുത്തിരുന്നു. കൂടാതെ അവർക്ക് 2 ഗ്ലൗസ്, അവരുടെ വിരലിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലൗസുകളും ഞാൻ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിരുന്നു. അതെന്തായാലും അവിടെ തരുന്നുണ്ട്. അത് വൃത്തിയായും ഭംഗിയായും സന്തോഷത്തോടെയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു വോട്ടർ വരുമ്പോ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കണം. പുഞ്ചിരിച്ചിട്ട് വേണം ആ വിരൽ ചോദിക്കാനും അതിലിടാനും. അപ്പൊ ഹാപ്പിനെസ്സോടെ ആണ് ചെയ്യേണ്ടത്. നമ്മുടെ വിരലിൽ പറ്റാതിരിക്കാനാണ് നമ്മൾ ഗ്ലൗസ് പറയുന്നത്. അതുപോലെ തന്നെ മെഷീനിലോട്ട് പോകുമ്പോഴും പേപ്പർ വർക്ക് ചെയ്യുമ്പോഴും എല്ലാ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, എല്ലാ ഇലക്ട്രൽ ഓഫീസേഴ്സും പോളിംഗ് ഓഫീസേഴ്സും എന്ത് ചെയ്യണം? സന്തോഷത്തോടെ ചിരിച്ചാണ് അവരെ സ്വാഗതം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നാം മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബാങ്കിലൂടെ സംഭവമാണെന്ന് ചിന്തിക്കേണ്ട, അവരിൽ ഒരാളാണ് നമ്മൾ ചിന്തിക്കുക. റിട്ടയർ ചെയ്താൽ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. കാരണം നമ്മൾ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ആയിരുന്നപ്പോഴും അത്രയധികം മാന്യമായിട്ട് അത്രയധികം സ്നേഹമായിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ ബൂത്ത് ഏജൻസ് പറയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ഇത്രയും നന്നായിട്ട് പെരുമാറുന്ന ഒരു ഇലക്ട്രൽ ഓഫീസറെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു സ്നേഹത്തിൽ എപ്പോഴും കാണുക. അവർ വെള്ളം തരിക, ചോറ് തരിക, അല്ലെങ്കിൽ ചായ തരിക എന്നല്ല ചിന്തിക്കേണ്ടത്. അവരുടെ എപ്പോഴും സ്നേഹപരമായിട്ടാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ചില പ്രൊസീഡിംഗ് ഓഫീസേഴ്സ് വളരെ വൈകിയാണ് ബൂത്തിൽ നിന്ന് പോകുന്നത്. പക്ഷെ ഞാനാണെങ്കിലോ തലേ ദിവസം തന്നെ കംപ്ലീറ്റ് വർക്കും ചെയ്തു വെക്കും. എന്നിട്ട് ബാക്കി ചെയ്യാനുള്ള കവറുകൾ മാത്രം ഇത് വെക്കും, ബാക്കിയെല്ലാം ഓക്കെ ആക്കും. വളരെ കൃത്യതയോട് ചെയ്യുന്നതായിരിക്കണം ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ളത്. അത് ആ ബുക്സ് വായിച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ കിട്ടില്ലേ. പണ്ടൊക്കെ അങ്ങനെയല്ല, ഞങ്ങൾ ബുക്കിൽ വായിച്ചു കഴിഞ്ഞാലാണ് ഇതെല്ലാം കിട്ടേണ്ടത്. തലേ ദിവസം ചെയ്യേണ്ടത് തലേ ദിവസം തന്നെ ചെയ്യുക, കൃത്യമായി ചെയ്യുക. അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്നില്ല, എല്ലാവരെയും കൂട്ടിച്ചേർത്തു കൂട്ടി യോജിപ്പിച്ച ഒരു കൂട്ടായ്മയിലൂടെയാണ് ഒരു ഇലക്ട്രൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടി വിജയിക്കേണ്ടത്. സന്തോഷത്തോടെ തുടങ്ങുക,
സന്തോഷത്തോടുകൂടി തീർക്കുക. ഏവർക്കും നമസ്കാരം. നല്ലൊരു ഇലക്ഷൻ നേരുകയാണ്. നന്നായിട്ട് തന്നെ വോട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഈ മഷിയെ ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെ ആകരുത്, ഇങ്ങനെ ആകണം, കാരണം സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പലപ്പോഴും സംഭവിക്കുന്ന ക്ലാസ് 4 ജീവനക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അവരെപ്പോഴും അവർ പകയോട് അല്ലെങ്കിൽ ദേഷ്യത്തോട് അല്ല തങ്ങൾക്ക് ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടിയതിനുള്ള വിഷമത്തോടുകൂടി ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ പറയുക, ആ സ്റ്റിക്ക് ഉപയോഗിച്ച് ചെയ്യുക, വളരെ നേരിയ രീതിയിൽ ചെയ്യുക. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വെറുപ്പ് വാങ്ങിക്കാനല്ല ഇത്. നാളെ നാം ഇറങ്ങിച്ചെല്ലേണ്ടതാണ് ഈ ബൂത്തിൽ നിന്ന് എന്ന് കരുതുക. ഓക്കെ, എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. പേടിക്കാതെ ഈ മഷി പറ്റും എന്ന് ചിന്തിക്കാതെ ചെയ്യുക. ഇൻഡെലിബിൾ ഇങ്ക് എന്നുള്ളതിനെ പറ്റി വിശദമായി ഞാൻ തന്നു. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ.